ഹായ് കൂട്ടുകാരെ, നമ്മുടെ 21 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൻ്റെ ഡേ 9 എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 24 മണിക്കൂറിൽ നിനക്ക് കിട്ടിയ സമയത്തിൽ എത്ര സമയം നിൻ്റെ സ്വപ്നത്തിന് വേണ്ടി ഉപയോഗിച്ചു? 1 മണിക്കൂർ, 2 മണിക്കൂർ, അതോ അറിയാതെ മൊബൈലിനും മറ്റും പോയോ? എടോ, സമയം ഒരു പ്രത്യേകതയുള്ള കാര്യമാണ്. പണം നഷ്ടപ്പെട്ടാൽ തിരിച്ചു സമ്പാദിക്കാം, പക്ഷേ സമയം നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് സമയം കിട്ടുന്നില്ല. പക്ഷേ സത്യം എന്താണെന്ന് അറിയാമോ? നമുക്ക് സമയമില്ലാത്തതല്ല, നമ്മൾ സമയം എവിടെ കൊടുക്കുന്നു എന്നതാണ് പ്രശ്നം. 1 മണിക്കൂർ ഇൻസ്റ്റഗ്രാമിൽ പോയാൽ അത് വെറും 1 മണിക്കൂറല്ല, നിന്റെ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. പക്ഷേ അതേ 1 മണിക്കൂർ പഠനത്തിന് കൊടുത്താൽ അത് നിന്റെ ഭാവിയിലൊരു നിക്ഷേപമാണ്. എടോ, നീ മാത്രം ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നില്ല. നിന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ആരെങ്കിലും ഇന്ന് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നു, ആരെങ്കിലും ഇന്നത്തെ ടാർഗറ്റ് പൂർത്തിയാക്കുന്നു, ആരെങ്കിലും സ്വന്തം ഡ്രീമിന് വേണ്ടി കഷ്ടപ്പെടുന്നു. റിസൾട്ട് വരുന്ന ദിവസം വ്യത്യാസമുണ്ടാകുന്നത് കഴിവിൽ മാത്രമല്ല, ആരാണ് തൻ്റെ സമയത്തെ ബഹുമാനിച്ചത് എന്നതിലാണ്. പഠിക്കുമ്പോൾ ഏറ്റവും വലിയ ശത്രു എന്താണെന്നറിയാമോ? ബുദ്ധിമുട്ടുള്ള സിലബസ് അല്ല, ഹാർഡ് ടോപ്പിക്സ് അല്ല, ഡിസ്ട്രാക്ഷനാണ്. പുസ്തകം മുന്നിൽ വെച്ച് ഫോൺ നോക്കിയാൽ നീ പഠിക്കുന്നില്ല, നിന്റെ സമയം മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് പഠിക്കുമ്പോൾ ഒരു ചെറിയ നിയമം ഉണ്ടാക്കൂ. 1 മണിക്കൂർ എൻ്റെ സ്വപ്നത്തിന് മാത്രം. ആ സമയത്ത് ലോകം കാത്തിരിക്കട്ടെ. പലരും ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്യുന്നു. എനിക്ക് 10 മണിക്കൂർ പഠിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇന്നൊന്നും പഠിക്കില്ല. എടാ, അത് വേണ്ട. 10 മണിക്കൂർ കഴിയില്ലെങ്കിൽ 5 മണിക്കൂർ, 5 മണിക്കൂർ കഴിയില്ലെങ്കിൽ 2 മണിക്കൂർ, 2 മണിക്കൂർ കഴിയില്ലെങ്കിൽ 30 മിനിറ്റ്. പക്ഷേ 0 ആകരുത്. കാരണം ചെറിയ കൺസിസ്റ്റൻസിയാണ് വലിയ വിജയമായി മാറുന്നത്. ഇന്നത്തെ ഡേ 9 ചലഞ്ച് ഇതാണ്. നിന്റെ ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ഒരു ഡിസ്ട്രാക്ഷൻ കണ്ടെത്തുക. അത് ഫോൺ, സോഷ്യൽ മീഡിയ, അൺനെസസറി ബ്രൗസിങ് എന്നിവയൊക്കെയാണ്. ഇന്ന് അതിൽ നിന്ന് കുറഞ്ഞത് 1 മണിക്കൂർ സേവ് ചെയ്യുക. ആ 1 മണിക്കൂർ നിന്റെ പഠനത്തിന് കൊടുക്കുക. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു? എടാ, ഒരു ദിവസം റിസൾട്ട് വരും, അന്ന് നീ തിരിഞ്ഞു നോക്കൂ. നിന്റെ വിജയത്തിൻ്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളൊന്നും ഉണ്ടാകില്ല. എല്ലാ ദിവസവും നീ എടുത്ത ചെറിയ തീരുമാനങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ഇപ്പോൾ വേണ്ട, പിന്നീട് പഠിക്കാം എന്ന് പറഞ്ഞ ദിവസങ്ങൾ, ഇപ്പോൾ തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞ ഒരു ദിവസം നിന്റെ ജീവിതം മാറ്റും. ഡേ 9 പൂർത്തിയാക്കിയവർ കമൻറ്റിൽ എഴുതൂ, മൈ ടൈം ഈസ് മൈ ഫ്യൂച്ചർ. നാളെ ഡേ 10 വീണ്ടും കാണാം. ഓർക്കൂ, സമയം കാത്തിരിക്കില്ല. അതുകൊണ്ട് നിന്റെ സ്വപ്നത്തിനായി ഇന്നു തന്നെ പ്രവർത്തിക്കൂ, പഠിക്കൂ, വളരൂ, വിജയിക്കൂ.